ഹായ് ഫ്രണ്ട്സ്, രേഷ്യാഡിയാസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പൊടിച്ചക്ക തോരനാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു പച്ചക്കറികളും ഇല്ലെങ്കിലും നമ്മുടെ പറമ്പിലൊരു ചക്ക ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ട് പൊടിച്ചക്ക തോരൻ ഉണ്ടാക്കാം. ഇതുണ്ടെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാം, വേറെ ഒരു കറിയും വേണ്ട. കീപ് വാച്ചിങ്, ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. ഇപ്പോൾ നമ്മളിവിടെ ഒരു പൊടിച്ചക്ക എടുത്തിട്ടുണ്ട്. അത്യാവശ്യം സൈസുള്ളൊരു പൊടിച്ചക്കയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ തോടൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് അരിഞ്ഞെടുക്കുകയാണ് നമ്മളിനി ചെയ്യേണ്ടത്. ഇപ്പം നമ്മളിവിടെ പൊടിച്ചക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു സൈസിലാണ് ഞാൻ അരിഞ്ഞെടുത്തേക്കുന്നത്. അരിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ചക്ക ആയതുകൊണ്ട് തന്നെ കറയൊക്കെ ഉണ്ടാവും, അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ ചക്കയൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അരിഞ്ഞെടുത്ത് ചക്ക ഇതുപോലത്തെ ഒരു ചെറിയ പാത്രത്തിലിട്ടതിന് ശേഷം ഇത് മുങ്ങി നിൽക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ട് മുങ്ങി നിൽക്കണം, എന്നാലേ നമുക്കിത് വെന്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം, എന്നാലേ നമ്മുടെ ഈ ചക്കയിൽ നന്നായിട്ട് ഉപ്പ് പിടിച്ച് വരത്തുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിലോട്ട് 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ തൽക്കാലം 1 ടീസ്പൂൺ ഇടുക. പിന്നെ അതിനുശേഷം ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് പിന്നെ ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലോട്ട് 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചാൽ മതി, കൂടുതൽ വേവിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിലുള്ള വെള്ളമൊക്കെ നമ്മളൊന്ന് ഊറ്റിക്കളയണം. ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമുക്കിനി ചക്ക മാത്രമായിട്ട് എടുക്കാം. അപ്പോൾ ഈ പൊടിച്ചക്കയിലുള്ള മുഴുവൻ വെള്ളവും നമ്മൾ ഊറ്റിക്കളയണം. ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമുക്ക് ആ ചക്ക മാത്രമായിട്ട് ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ പൊടിച്ചക്ക നമ്മൾ നന്നായിട്ട് ചതച്ചെടുക്കണം. അതോടൊപ്പം നമുക്ക് ഇതിനാവശ്യമുള്ള കൂട്ടും കൂടെ ഒന്ന് ചതച്ചെടുക്കണം. അപ്പം നമുക്കിനി അടുത്ത് അത് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ചക്ക ഇങ്ങനെ ചതച്ചെടുക്കുന്നുണ്ട്. അമ്മിയിലിട്ടാണ് കുറേശ്ശെയിട്ട് ചതച്ചെടുക്കുകയാണ്. ഇനി നിങ്ങൾക്ക് അമ്മി ഇല്ലെങ്കിൽ മിക്സിയിൽ ചതച്ചാൽ മതി. മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി, അരച്ച് എടുക്കരുത്. ജസ്റ്റ് ഒന്ന് ഇതുപോലെ അടിച്ചെടുക്കുമ്പോൾ ഇതാണ് നമ്മളൊരു പരുവം. ഈ പരുവത്തിൽ നമ്മൾ ഇതൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ചക്ക ഫുള്ളായിട്ട് ചതച്ചെടുത്തു. ഈ ഒരു പരുവത്തിന് വേണം നമ്മൾ ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് അങ്ങ് അരഞ്ഞു പോവരുത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിന് വേണ്ടിയിട്ടുള്ള കൂട്ട് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 1/4 മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. 1/4 മുറി തേങ്ങ ചിരകി എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളിനി ഇതിലോട്ട് ആഡ് ചെയ്യേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. അതിനുശേഷം പിന്നെ ഇതിലോട്ട് ആഡ് ചെയ്യേണ്ടത് മുളക് പൊടി 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ നമ്മളിനി ഇതിലോട്ട് ആഡ് ചെയ്യേണ്ടത് ജീരകമാണ്. ജീരകം പെരുംജീരകമല്ല, നമ്മുടെ സാധാ ജീരകമല്ലേ, ജീരകം 1 ടീസ്പൂൺ ജീരകം ആഡ് ചെയ്യുക. അതിനുശേഷം ഇതിലോട്ടൊരു 6 വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയും ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. അരയ്ക്കേണ്ട ആവശ്യമില്ല, തോരനായതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് ചതച്ചെടുത്താൽ മതി. കൂട്ടിപ്പോൾ നന്നായിട്ട് ചതഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമ്മൾ ചതച്ചെടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് കടുവറുത്തെടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് തോരൻ കടുവറുത്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നമ്മളിത് നാടൻ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ തന്നെ വേണം. ഇനി കുറച്ച് എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടാവണം. ഇനി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് ഉഴുന്നും പരിപ്പാണ്. 1 ടേബിൾ സ്പൂൺ ഉഴുന്നും പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക, എന്നാലേ നമുക്ക് ആ തോരന് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഇതിലോട്ട് വറ്റൽമുളകാണ്, 2 വറ്റൽമുളക് പൊട്ടിച്ചിടുക. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് കടുകാണ്. 1 ടീസ്പൂൺ കടുകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നല്ലൊരു ബ്രൗണിഷ് കളർ, നമ്മുടെ ആ ഒരു ഉഴുന്നും പരിപ്പ് നന്നായിട്ടൊരു ബ്രൗണിഷ് കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ നല്ല ബ്രൗണിഷ് കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 4 കൊത്ത് കറിവേപ്പില ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മളൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലോട്ട് നമ്മുടെ ചക്ക ചതച്ചതുണ്ടല്ലോ, വേവിച്ച ചക്ക ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ തേങ്ങാക്കൂട്ടുണ്ടല്ലോ, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം തന്നെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫ്ലെയിം എപ്പോഴും മീഡിയം അല്ലെങ്കിൽ ലോ അതിലിട്ടിട്ട് ചെയ്യണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ശേഷം നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക.
അപ്പോൾ നമ്മുടെ തോരൻ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവാണ്. അതുകൊണ്ട് ഞാൻ ഇതിലോട്ട് ഇനി ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ 1 ടീസ്പൂൺ ആഡ് ചെയ്തിരുന്നു, ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ മൊത്തം 1.5 ടീസ്പൂണാണ് നമ്മളിപ്പോൾ ഈ തോരനിലോട്ട് ഉപ്പ് ആഡ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഒന്നും കൂടെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത്രയേ ഉള്ളൂ, ടേസ്റ്റി ആൻഡ് ഹെൽത്തി ചക്കത്തോരൻ റെഡി ആയിട്ടുണ്ട്. പൊടിച്ചക്കത്തോരൻ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. ഇതിന് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളൂ. നമുക്ക് വെജിറ്റബിൾസ് ഒന്നും ഇല്ലെങ്കിലും നല്ല ഹെൽത്തി ആയിട്ട് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ നമുക്ക് വളരെ യൂസ്ഫുള്ളാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇതുണ്ടെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാൻ വേറെ കറിയൊന്നും ആവശ്യമില്ല. ട്രൈ ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് കമൻസിലൂടെ എന്നെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.